എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നടിമാരുടെ, മലയാളത്തിലെ രണ്ട് സുന്ദരികളായ നടിമാരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ, അതായത് വാരികൾക്ക് അവർ കൊടുത്ത അഭിമുഖത്തിൽ അവർ പറഞ്ഞ അവരുടെ സൗന്ദര്യോപാധികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വെളുക്കാനുള്ള മാർഗങ്ങളെക്കാൾ സ്വാഭാവികത ഉൾക്കൊണ്ട് ചർമ്മ ആരോഗ്യത്തോടെ നിലനിർത്താനുള്ള വഴികൾക്കാണ് ഇന്ന് പ്രാധാന്യം. താരങ്ങൾ സൗന്ദര്യം പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് നമ്മുടെ അനുമോളും പിന്നെ പ്രേമലുവിലത്തെ നായിക മമിത ബൈജുവും. എന്താണ് അവർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സ്വന്തം നിറത്തിലും അഴകിലും അഭിമാനം കൊള്ളുന്ന, ഏതഴകും ഏഴഴകാണെന്ന് തോന്നുന്നവരുടെ കാലമാണിത്. ഓരോരുത്തരുടെയും നിറത്തിനും ചർമ്മത്തിനും അനുകൂലമായ സ്കിൻ കെയറിങ്, വെളുക്കാനുള്ള മാർഗങ്ങളെക്കാൾ സ്വാഭാവികത ഉൾക്കൊണ്ട് ചർമ്മം ആരോഗ്യത്തോടെ നിലനിർത്താനുള്ള വഴികൾക്കാണ് ഇന്ന് പ്രാധാന്യം. മുഖത്തെ പാടുകളും മുഖക്കുരുവും അകറ്റി ചെറുപ്പം നിലനിർത്തി തിളങ്ങുന്ന മൃദുലമായ ചർമ്മം സ്വന്തമാക്കുക സ്വപ്നമാക്കിയവരാണ് ഏറെയും. ഇതിനായി മഞ്ഞൾ, രക്തചന്ദനം പോലുള്ള പ്രകൃതിദത്തമായ കൂട്ടു തേടുന്നവരും ക്രീമുകളുടെയും ലേപനങ്ങളുടെയും സഹായം തേടുന്നവരും നമുക്കിടയിലുണ്ട്. ചർമ്മ പരിപാലനത്തിൻ്റെ നുറുങ്ങുകൾ പങ്കുവയ്ക്കുകയാണ് മലയാളികൾക്ക് പരിചിതരമായ രണ്ട് സുന്ദരികൾ. അത് ആദ്യത്തെ മമിതയാണ് പറയുന്നത്. പ്രകൃതിയുടെ കൂട്ട്. മഞ്ഞളും നാൽപ്പാമരി എണ്ണയും ഏലാതി തൈലവുമെല്ലാം ചേർന്ന സൗന്ദര്യക്കൂട്ടുകളെ കുറിച്ചാണ് നടി മമിതയ്ക്ക് പറയാനുള്ളത്. സെൻസിറ്റീവും വരണ്ടതുമായ ചർമ്മമാണ് എൻ്റേത് എന്നാണ് നടി പറയുന്നത്. അതുകൊണ്ട് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ ശ്രദ്ധിക്കാറുണ്ട്. ഫേഷ്യൽ, ബ്ലീച്ച്, പീലിംഗ് പോലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളോടും പുതിയ ചർമ്മ സംരക്ഷണ രീതികളോടും താല്പര്യമില്ല. പഴയ രീതികൾ പിന്തുടരുന്ന ആളാണ് ഞാനെന്നാണ് നടി പറയുന്നത്. ആയുർവേദ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ കണ്ണടച്ച് ഉപയോഗിക്കും. ആഴ്ചയിലൊരിക്കൽ നാൽപ്പാമരി എണ്ണയും ഏലാതി തൈലവും ദേഹത്ത് തേച്ചു പിടിച്ചുള്ള കുളി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ നല്ലതാണ്. കുട്ടിക്കാലം മുതലുള്ള ആ ശീലത്തിൽ ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല. എണ്ണയും മഞ്ഞളും എൻ്റെ ചർമ്മ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ചർമ്മത്തിന് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാകുമ്പോൾ നല്ല പുളിയുള്ള തൈര് മുഖത്ത് തേക്കും. വളരെ വീര്യം കുറഞ്ഞ മോയ്സ്ചറൈസും ടോണറുമാണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തത് അനുമോളാണ് പറയുന്നത്. അതായത് അനുമോൾ പറയുന്നത് വൈകി തുടങ്ങിയെന്ന്, സൗന്ദര്യ സംരക്ഷണം വൈകി തുടങ്ങിയെന്ന്. അതായത് വളരെ വൈകി, എൻ്റെ 30കളിലാണ് ഞാൻ ചർമ്മ സംരക്ഷണം തുടങ്ങുന്നത്. എങ്കിലും കാര്യമായിട്ടൊന്നുമില്ല. വൈകി തുടങ്ങിയ ആ ശീലത്തെപ്പറ്റി സിനിമാ താര അനുമോൾ പറഞ്ഞു തുടങ്ങി. പകൽ ഒരു തവണയും രാത്രി 2 പ്രാവശ്യവും ക്ലെൻസർ ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കാറുണ്ട്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും സ്ഥിരമായി ഉപയോഗിക്കും. ഭക്ഷണകാര്യത്തിലും ശ്രദ്ധിക്കാറുണ്ട്. ചർമ്മം വരണ്ടതായി തോന്നുമ്പോൾ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്ന പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കും. മുടികൊഴിച്ചിൽ കൂടുതലാണെങ്കിൽ മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. മുടികൊഴിച്ചിൽ തടയാനും മുടി വളരാനും PRP, അതായത് പ്ലാറ്റലറ്റ് റിച്ച് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. ചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കിൻ കെയർ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മേക്കപ്പ് വസ്തുക്കളും അതിനുള്ള ബ്രഷുകളും പങ്കുവയ്ക്കുന്നത് അണുബാധയ്ക്ക് ഇടയാക്കാമെന്ന് നടി പറയുന്നു. മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോഴും ഡബിൾ ക്ലെൻസിങ് ചെയ്യാറുണ്ട്. ചർമ്മ സംരക്ഷണം തുടക്കം മുതലേ ശീലമാക്കണം എന്നാണ് നടി പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട നടിമാരുടെ ചർമ്മ സംരക്ഷണത്തിൻ്റെ കാര്യം.